അഹമ്മദാബാദിൽ 260 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതോടെ വിമാനം പറത്തിയ പൈലറ്റുമാരാണ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കും ഇന്ധനമെത്തിക്കുന്ന ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ആയതും എന്തുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ആക്കിയതെന്നൊരു പൈലറ്റ് ചോദിച്ചത് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ലഭിച്ചതുമാണ് പൈലറ്റുമാരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ആക്ഷേപങ്ങൾക്ക് കാരണം. എന്നാൽ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിമാനാപകടം പൈലറ്റുമാരുടെ വീഴ്ച മൂലമാണ് സംഭവിച്ചതെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ലെന്നാണ് വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് ചില സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും സൂക്ഷ്മമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ അവസാന നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയൂ എന്ന് അവർ പറയുന്നു. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാം മോഹൻ നായിഡുവും സഹമന്ത്രി മുരളീധർ ബാഹോളും സമാനമായ നിലപാടാണ് ആവർത്തിച്ചത്. അപകടം സംഭവിച്ചതിന്റെ സാങ്കേതിക കാരണങ്ങൾ കണ്ടെത്താൻ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചില്ലെങ്കിലും ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ കട്ട് ഓഫ് മോഡിലേക്ക് മാറിയത് എങ്ങനെയാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അന്വേഷണം പൂർത്തിയാകൂ. അതിന് അന്വേഷണ ഏജൻസിയുടെ അന്തിമ റിപ്പോർട്ട് ആവശ്യമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. വിമാനം എന്നത് സങ്കീർണമായൊരു സാങ്കേതിക വിദ്യയാണ്. അതിനാൽ ഒരു അപകടം സംഭവിച്ചാൽ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് വിശദവും കഠിനവുമായ അന്വേഷണം ആവശ്യമാണ്. വ്യോമയാന മേഖലയിൽ ഒരു അപകടം സംഭവിക്കുന്നതിന് ഒരൊറ്റ കാരണം മാത്രമാകാൻ സാധ്യത വളരെ കുറവാണ്. ഒന്നിലധികം കാരണങ്ങളുടെ കൂട്ടായിരിക്കും അപകടത്തിലേക്ക് നയിക്കുക. അതിനാൽ അക്കാര്യങ്ങളെല്ലാം അന്വേഷണ ഏജൻസി കണ്ടെത്തണമെന്ന ആവശ്യവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്നു വന്നിട്ടുണ്ട്.